ഷുഗറിന് ഞാൻ കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുകയാണ് ഡോക്ടറെ. ഈ മരുന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസ് കുറച്ചിട്ട് നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഷുഗർ കംപ്ലീറ്റ് ആയിട്ടും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഒരുപാട് പേഷ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യുകയും വേണം, അതിനോടൊപ്പം തന്നെ അവർക്കൊന്ന് ഹെൽത്തി ആവുകയും അതേപോലെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, നീർക്കെട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഡയബറ്റിസിനെ സിമ്പിൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട 5 സിമ്പിൾ മെത്തേഡുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്കുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലെ 4 ആളെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 പേർക്കും ചിലപ്പോൾ ഡയബറ്റിക് ആയിരിക്കും. അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റ് പല ഫാക്ടേഴ്സ് കൊണ്ടും ഡയബറ്റിസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഡയബറ്റിസ് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി നമ്മൾ ഒരിക്കലും അത് ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടോ മാത്രമല്ല, നമുക്ക് പല ഫാക്ടേഴ്സ് കൊണ്ടും ഡയബറ്റിസ് ഡിപ്പെൻഡഡ് ആണ്. നമുക്ക് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല, ശരീരത്തിൽ നന്നായിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ അത് ഹെവി ആയിട്ട് എടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉള്ള ആളുകൾക്ക്, അതേപോലെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വരുന്ന ആളുകൾ, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടും നമുക്ക് ഡയബറ്റിസ് അഫക്റ്റഡ് ആയിട്ട് വരാം. ഫാമിലി ഹിസ്റ്ററി ഒരു ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ മെയിൻലി മദർ ഓഫ് ഡിസീസ്. മറ്റുള്ള പല അസുഖങ്ങൾക്കും ഒരു മെയിൻ കോസ് അല്ലെങ്കിൽ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡയബറ്റിസ് ആണ്. ഈ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ന്യൂറോപ്പതി ബുദ്ധിമുട്ടുകൾ, റെറ്റിനോപ്പതി, വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കാം. അതിനോടൊപ്പം തന്നെ ഫാറ്റി ലിവർ, വെയിറ്റ് കൂടി പ്രശ്നങ്ങൾ, അതേപോലെ ജോയിന്റ് കംപ്ലയിൻസ്, അങ്ങനെ എല്ലാ ഒരു റൂട്ട് കോസ് ആയിട്ട് നമുക്ക് ഡയബറ്റിസിനെ കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻസുലിൻ മെറ്റബോളിസത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കാരണം ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുകയും അത് പിന്നീട് പല ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഓർഗൻ ഫെയിലിയറിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രക്തത്തിൽ ക്രമാതീതമായിട്ട് ഗ്ലൂക്കോസിനെ കൂടുന്ന സമയത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാനും വിശപ്പ് നിയന്ത്രിക്കാനും ഒക്കെ ഈ ഒരു ഇൻസുലിൻ അത്യാവശ്യമായിട്ടുള്ളത്. എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നു. പല ഫാക്ടേഴ്സ് കൊണ്ടും ഇൻസുലിന് ഈ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ തിരിച്ചറിയാത്ത രീതിയിൽ കാണുകയും അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിൻ്റെ മെക്കാനിസം, ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിൽ അതിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുകയും അവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടും, രക്തത്തിൽ ഇൻസുലിൻ്റെ അളവും ക്രമാതീതമായിട്ട് കൂടുകയും അങ്ങനെ ഈ ഒരു ഷുഗർ സ്പൈക്ക് വരികയും അത് വെയിറ്റ് ഗെയിനിങ്ങും പല ഫാക്ടേഴ്സിലേക്കും ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് ഇതിൻ്റെ റൂട്ട് കോസ് ആയിട്ട് നമുക്ക് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ രക്തത്തിൽ ക്രമാതീതമായിട്ട് ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് അത് രക്തയോട്ടം അല്ലെങ്കിൽ സർക്കുലേഷൻസിൽ ഇംബാലൻസ് വരുത്തും, അല്ലെങ്കിൽ ഓക്സിജൻ സർക്കുലേഷൻസിൽ ഇംബാലൻസ് വരുത്തിയിട്ട് നമുക്ക് ഇപ്പോൾ കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിട്ട് അവിടെ തരിപ്പും മരവിപ്പ് ബുദ്ധിമുട്ടുകൾ കാണിക്കും. വൃക്കയിലേക്ക് രക്തയോട്ടം കുറഞ്ഞിട്ട് അവിടെ യൂറിൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ മൂത്രം പോകാൻ പറ്റാത്ത അവസ്ഥകൾ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരിക, മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സം, പുകച്ചിൽ അനുഭവപ്പെടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ, വയറിളകി പോകുന്ന ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ കാണിക്കാവുന്നതാണ്. ശരീരം മുഴുവനായിട്ട് വേദന, നീർക്കെട്ടുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. ഇവിടെ ഗ്ലൂക്കോസ് രക്തത്തിൽ അലിഞ്ഞു ചേരുകയും അവിടെ സർക്കുലേഷൻസ് ഇംബാലൻസ് ആക്കുകയും ഓക്സിജൻ സപ്ലൈ ശരീരത്തിൽ കുറയ്ക്കുന്നതാണ് ഡയബറ്റിസിൻ്റെ മെയിൻ റൂട്ട് കോസ് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക്, ഞാൻ പേഷ്യൻസിനോടൊക്കെ ആയാലും പറയാറുള്ളത്, നമ്മൾ മെഡിസിൻസ് കൂടുതൽ ഡിപ്പെൻഡഡ് ആവാതെ അവിടെ ഭക്ഷണം ക്രമീകരിക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള 5 മെത്തേഡുകൾ, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന മെത്തേഡുകൾ നോക്കാം. ഒന്നാമത്തേത് 5M എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും. 5ാമത്തെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ മൂവ് എന്നുള്ളൊരു അർത്ഥം പറയും. മൂവ്മെൻറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പം നമ്മളിപ്പം ഫുഡ് കഴിച്ചിട്ട് എല്ലാവർക്കും, അല്ല ഒരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന എന്താണ്, ഒന്ന് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങും. അതാണ് മെയിൻലി എല്ലാവരും ചെയ്യാറ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു 5 to 10 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുക്കുക. ദെൻ അതിന് ശേഷം
നന്നായിട്ട് മൂവ്മെൻറ്റ്സ് ചെയ്യുക. ലൈക്ക് ഒരു നടത്തമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെൻറ്റ്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഷുഗർ സ്പൈക്ക് നമുക്ക് കൺട്രോൾ ചെയ്യും. ഇൻസുലിൻ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ മൂവ്മെൻറ്റ്സ് അത്യാവശ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന ശീലങ്ങളോ അല്ലെങ്കിൽ നന്നായിട്ട് മയങ്ങി പോകുന്ന ശീലങ്ങളോ അല്ലെങ്കിൽ ഉറങ്ങുന്ന ശീലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. മൂവ്മെൻറ്റ്സ് മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. സെക്കൻഡ് തിങ്, മീൽ കൺട്രോളിങ്. മീൽ മീൻസ് നമ്മൾ കഴിക്കുന്ന ആഹാരം ബാലൻസ്ഡ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, ഫൈബേഴ്സ് ഇതെല്ലാം തുല്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് മീൻസ് അന്നജമാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. അതിന് നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക. റൈസ് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ബ്രൗൺ റൈസ് കഴിക്കുക, അല്ലെങ്കിൽ ക്യുനോവ, മട്ടേരി പോലത്തെ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ദെൻ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ആണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ദെൻ അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ കഴിക്കുക. അത് ലീൻ പ്രോട്ടീൻസ് കഴിക്കുക. മീൻ, മുട്ട, ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഹെൽത്തി ഫാറ്റ്സുകൾ കഴിക്കുക. ലൈക്ക് ഇപ്പം അവക്കാഡോ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഫിഷ്, എഗ്ഗ്, ഇതിലൊക്കെ ഹെൽത്തി ഫാറ്റ്സുകളുണ്ട്, ഹെൽത്തി പ്രോട്ടീൻസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം തുല്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ അത്യാവശ്യം നട്ട്സുകളും സീഡ്സുകളും കഴിക്കുക. ഈ കാലുകളിലെ തരിപ്പ്, മരവിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, സെസമേ സീഡ്സ് അല്ലെങ്കിൽ എള്ളൊക്കെ നന്നായിട്ട് കഴിക്കുക. അതേപോലെ ഒരു ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അതെന്തെങ്കിലും നട്ട്സിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ജാഗരി, ഷുഗർ, ഹണി, ഈ 3 കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റെസ്ട്രിക്ഷൻസ് വെക്കുക. കമ്പാരിറ്റീവ്ലി നമ്മൾ ഒരു അൺഹെൽത്തി ആയിട്ട് പറയുന്നത് അത് ഷുഗറാണ്, നമ്മൾ പഞ്ചസാര എന്ന് പറയുന്നത്. കാരണം അതിൽ കലോറിഫിക് വാല്യൂ കൂടുതലാണ്. വേറെ ഒരു മൈക്രോ ന്യൂട്രിയൻസോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഗെയിനിങ് കാര്യങ്ങളൊന്നും അതിൽ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒരു വേസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ടേസ്റ്റിന് മാത്രം ഡിപ്പെൻഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ജാഗരി എന്ന് പറയുമ്പം അത് അത്യാവശ്യം അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ മറ്റുള്ള അയൺ ഘടകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ കമ്പാരിറ്റീവ്ലി ഷുഗറിനെ വെച്ച് നോക്കുമ്പം ഹെൽത്തിയാണ്. ബട്ട് കലോറിഫിക് വാല്യൂ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഹണി ആണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊരു പരിധിവരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഒക്കെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നതാണ്. എന്ന് കരുതി നമ്മൾ ഡെയിലി എടുക്കരുത്. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ എന്നുള്ള രീതിയിൽ മാത്രം ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കഴിക്കുമ്പം നമ്മളെപ്പോഴും അതിൻ്റെ സാലഡ് ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അത് ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ സാലഡ് ഫോമിൽ കഴിക്കുക. ഒലിവ് ഓയിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നതും ഹെൽത്തിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് മീൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സെക്കൻഡ് എം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി തേർഡ് എം എന്ന് പറയുന്നത് മസിൽ മൂവ്മെൻറ്റ്സ് ആണ്. മസിൽസിലാണ് ഒരുവിധം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ, കാർഡിയോ വർക്കൗട്ടുകളൊക്കെ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. 4മത്തേതാണ് നമ്മളെ മെറ്റബോളിക് റീസെറ്റ്. അതായത് ഒരു ഗുഡ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 7 to 8 hours നല്ലപോലെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറാവുന്ന ബുദ്ധിമുട്ടുകളോ നമുക്കുള്ളൂ. എസ്പെഷ്യലി മെൻ്റൽ സിംറ്റംസ് അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം എല്ലാത്തിൻ്റെയും ഒരു ബേസിക് ഫാക്ടറാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അതിനോടൊപ്പം തന്നെ ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏർലി സ്ലീപ്പ്, അതേപോലെ തന്നെ ഏർലി വേക്കപ്പ്, ഈ ഒരു ടൈമിങ്ങിലായിരിക്കും നമ്മൾ ഉറക്കം എന്ന് പറയുന്നത്. രാത്രി ഒരു 10 മണിക്ക് കിടക്കുക, കാലത്തൊരു 5 മണി 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക. ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ അത് മറ്റ് പല ഫാക്ടേഴ്സ് കൊണ്ടും ആയിരിക്കും മനസ്സിലാക്കാവുന്നതാണ്. 5മത്തേതാണ് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുക. അതിന് മെഡിറ്റേഷൻസ് ഫോളോ ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുക. നമുക്കൊരു ടെൻഷൻ തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു വീക്ക്നെസ് തോന്നുന്ന സമയത്ത് നമ്മളെ ബോഡി നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഹോർമോൺ ഹൈപ്പ് നിൽക്കുന്നതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5M നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയബറ്റിക് സൈക്കിളിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ മസിൽ മൂവ്മെൻറ്റ്, സെക്കൻഡ് തിങ് മൂവ്മെൻറ്റ്സ്, ജസ്റ്റ് ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കുക, ഗുഡ് പ്ലാൻ, അതായത് ഗുഡ് മീൽസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മെറ്റബോളിക് റീസെറ്റ്, അതായത് നല്ലൊരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു മെഡിസിൻസും ഇല്ലാതെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം വൈറ്റമിൻസിൻ്റെയൊക്കെ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോസ് നോക്കി നിങ്ങളുടെ ഡോക്ടറുടെ അണ്ടറിൽ മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.